കരൂർ ദുരന്തത്തിന് പിന്നാലെ തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം ശക്തമാണ്. കരൂരിലെ TVKയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 39 പേർ മരിച്ച ദുരന്തം വിജയ് ഉണ്ടാക്കിയെന്നാണ് ആരോപണം. ദുരന്തത്തിന് പിന്നാലെ ഒന്നും മിണ്ടാതെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. ട്രിച്ചി വിമാനത്താവളത്തിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. ഇതിനു പിന്നാലെ വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും സമൂഹമാധ്യമങ്ങളിലും ആവശ്യം ശക്തമാവുകയും ചെയ്തിരുന്നു. ചെന്നൈയിലെത്തിയ വിജയ് സംഭവത്തിൽ പ്രതികരിച്ചു. ഹൃദയം തകർന്നുവെന്നായിരുന്നു പ്രതികരണം. സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അഭാവമാണ് ദുരന്തമായത്. 10,000 പേർക്ക് പങ്കെടുക്കാവുന്ന പരിപാടിക്കാണ് അനുമതി തേടിയത്. എന്നാൽ അവിടെ എത്തിയത് ജനസാഗരം. അപകടം സംഭവിച്ചയുടൻ ഒന്നും പ്രതികരിക്കാതെ വിജയ് ട്രിച്ചി വഴി ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം കരൂരിൽ സംഘടിപ്പിച്ച റാലിയിലാണ് അപകടം ഉണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട് 6 കുട്ടികളും 16 സ്ത്രീകളും ഉൾപ്പെടെ 36 പേരുടെ മരണം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് 39 പേരായിട്ടുണ്ട്. ഇതിൽ 38 പേരെ തിരിച്ചറിഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ആശുപത്രികളിൽ നിന്നുള്ള വിവരം. 58 പേർ പരിക്കുകളോടെ ആശുപത്രിയിലുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ എണ്ണം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഒട്ടേറെ പാർട്ടി പ്രവർത്തകരും കുട്ടികളും കുഴഞ്ഞു വീണവരിൽ ഉൾപ്പെടുന്നു. ജനബാഹുല്യം മൂലം ആംബുലൻസുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. അപകടത്തെ തുടർന്ന് വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് ജനങ്ങളോട് സംയമനം പാലിക്കാനും ആംബുലൻസുകൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ഒരുക്കാനും മൈക്കിലൂടെ അഭ്യർത്ഥിച്ചു. പക്ഷേ അതൊന്നും ദുരന്തം ഒഴിവാക്കിയില്ല. സംസ്ഥാന വ്യാപകമായി വിജയ് നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ശനിയാഴ്ച റാലി സംഘടിപ്പിച്ചത്. റാലിക്കായി വിവിധ ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുകയും ചെയ്തു. തിക്കും തിരക്കുമേറിയതോടെയാണ് ദുരന്തമുണ്ടായത്. കുഴഞ്ഞു വീണവരെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും എത്തിച്ചു. ദുരന്ത സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റാൻ പോലും തിക്കും തിരക്കും കാരണം കഴിഞ്ഞില്ല. 12 മണിക്ക് പരിപാടി നടക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അപ്പോൾ മുതൽ ആളുകളെത്തി. പക്ഷേ യോഗം തുടങ്ങിയത് 7 മണിക്കൂർ കഴിഞ്ഞു. രാവിലെ മുതൽ എത്തിയവർ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കി വിജയെ കാത്തിരുന്നു. ചെറിയ തിക്കും തിരക്കും വലിയ ദുരന്തമാകുന്ന അവസ്ഥ അവിടെ വൈകിട്ടോടെ സൃഷ്ടിക്കപ്പെട്ടു. ഇതിനെല്ലാം കാരണം വിജയുടെ പാർട്ടിക്കുണ്ടായ പിഴവാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ട്. വിജയ് എത്താൻ മനഃപൂർവ്വം വൈകിയെന്നാണ് ആരോപണം. വിജയ് ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വൈകിയതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത്. പോലീസെ വിഡ്ഢിത്തം നിർത്തു, വിജയ് അറസ്റ്റ് ചെയ്യുമെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. 10,000 പേർ മാത്രമാണ് റാലിക്കെത്തുക എന്നാണ് TVKയുടെ സംഘാടകർ പറഞ്ഞതെന്നും എന്നാൽ 1 ലക്ഷത്തോളം പേരാണ് ഇവിടെ എത്തിയതെന്നും DMK വക്താവ് സേലം ധരണീധരൻ ആരോപിച്ചു. സിനിമയും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്നും ഓരോ ജീവനും നഷ്ടപ്പെട്ടതിന് കാരണക്കാരൻ വിജയ് ആണെന്നും അദ്ദേഹം ആരോപിച്ചു.